ഹലോ ഗേസ്, ഞങ്ങളിന്ന് വിഷു ദിനത്തിൽ ഒരു പാർക്ക് യാത്ര, അതായത് കട്ടപ്പനയിലുള്ള ഗ്ലോറിയ സ്റ്റുഡിയോ പാർക്ക്. ഇതിനകത്ത് മെയിനായിട്ടും ഫോട്ടോസാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നല്ലൊരു പാർക്ക്. ആദ്യം ഞങ്ങൾ പാർക്കിൻ്റെ ഫ്രണ്ടിൽ നല്ല ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നേരെ അകത്ത് കയറി എൻട്രി ഫീസ് 150, വലിയവർക്ക് കുട്ടികൾക്ക് 100 രൂപയാണ്. നേരെ കയറി ചെല്ലുന്ന ഭാഗം ഈ കാണുന്നത്. ഇതിലെ ഇടവഴി പോലെ കൊടുത്തേക്കുക. ഇതിൽ നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ പുല്ലിനാൽ തീർത്ത മാനെ, അങ്ങനെ പുല്ലുകൊണ്ട് പല രൂപങ്ങൾ അവിടെ ചേർത്തിട്ടുണ്ട്. ഓരോ വഴിക്കും പോകേണ്ട വഴികളുടെ രീതിയൊക്കെ നമ്മൾ പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. പോകുന്ന വഴിക്കെല്ലാം ഓരോ മൃഗങ്ങൾ, ഇപ്പം വേഴാമ്പൽ, ഒരു മരത്തിൻ്റെ മണ്ടയ്ക്ക് വേഴാമ്പൽ ഇരിപ്പുണ്ട്. അവിടെയുള്ള എല്ലാ മരത്തിൻ്റെ മണ്ടയ്ക്കും മൃഗങ്ങളെ, പക്ഷികളെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായ പാർക്ക്. ആനിമൽ ആണ് കൂടുതൽ, ആനിമൽസ് പാർക്കെന്ന് വേണേൽ പറയാം. എല്ലാ മൃഗങ്ങളുടെ മണ്ടയ്ക്കും കയറി നമുക്ക് ഫോട്ടോ എടുക്കാനും അതിനുള്ള സർവ്വ സൗകര്യങ്ങളും നമ്മൾ ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് കണ്ടോ, ഇത് ഒരു ജിറാഫ് നിൽക്കുന്നതായിട്ടാണ്. അതിൻ്റെ മണ്ടയ്ക്ക് നിന്ന് നമുക്ക് ചുറ്റുവശം മൊത്തം കാണാൻ പറ്റും. ഇത്ര പൊക്കത്ത് കയറി വന്ന് താഴ്വശങ്ങളെല്ലാം കാണാവുന്ന രീതിയിൽ നല്ല ഓരോ സെറ്റപ്പ് നമുക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടി തന്നെ എടുത്തിരിക്കുന്നൊരു പാർക്കാണ്. നമ്മൾ കാണേണ്ട നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറഞ്ഞത് 2 മണിക്കൂർ അല്ല, തികയത്തില്ല. നമ്മൾ ഓടിച്ചിട്ട് കണ്ടാൽ മാത്രമേ 2 മണിക്കൂറാകത്തുള്ളൂ. നമ്മളകത്ത് ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് പോലൊക്കെ ഉണ്ട്, കളിക്കാനുള്ള സൗകര്യമുണ്ട്. അതിലൊക്കെ കയറി കളിച്ച് ഒക്കെ വരണമെങ്കിൽ ഒരു 3-4 മണിക്കൂറെങ്കിലും നമുക്ക് സുഖമായിട്ട് അതിലേക്കൂടെ നമുക്ക് നടന്ന് കളിക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. താല്പര്യമുള്ളവരൊക്കെ കട്ടപ്പന സിറ്റിക്ക് അടുത്ത് തന്നെയാണ്. സാഗര തിയേറ്ററിൻ്റെ ഭാഗമായിട്ട് വരും. പാർക്ക് തുടങ്ങിയിട്ട് 4 മാസം ആയുള്ളെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. നമ്മളിങ്ങനെ ടി വിയിൽ കണ്ട് പരസ്യം കണ്ട് വന്നതാണ്. ആ കൊടുത്തിരിക്കുന്ന ഡോൾഫിൻ്റെ ഒക്കെ താഴെ ഇരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. ആ ഒരു രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. പോകെ നിങ്ങൾ ഓരോ കാഴ്ചകളും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതനുസരിച്ച് നിങ്ങൾ വന്ന് കാണുക. പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പാർക്ക് 4 ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. 4 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല, ഈ പാർക്കിൻ്റെ ഉടമസ്ഥൻ താമസിക്കുന്നത് ഈ പാർക്കിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ആണ് താമസിക്കുന്നത്. എല്ലാ കാര്യത്തിനും പറഞ്ഞു തരാനായിട്ട് എല്ലാത്തിനും മുൻപന്തിയിൽ ചേട്ടൻ വന്ന് പറഞ്ഞു തന്നു. കയറി ഫോട്ടോ എടുക്കുന്നെന്നും പറഞ്ഞ് നമ്മളെ സപ്പോർട്ടായിട്ട് നല്ല കെയറിങ്ങായിട്ട് നമ്മുടെ കൂടെ തന്നെ കാണും. ഞാൻ ഒരുപാട് ഫോട്ടോയൊക്കെ എടുത്തു. ഫോട്ടോയൊന്നും ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഇഷ്ടം പോലെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഫോട്ടോകൾ എടുക്കാനും നമുക്ക് സ്റ്റാറ്റസ് വെക്കാനും ഒക്കെ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ആമക്കുട്ടിക്കാണെങ്കിൽ യുവത്തിൽ കയറണം, എത്തിയിൽ നിന്ന് ഫോട്ടോ എടുക്കണം, ഒന്നും അറിയത്തില്ല. ആകെ കൂടെ വെപ്രാളം പിടിച്ച് നടക്കുമായിരുന്നു. ആദ്യം തുടക്ക ഭാഗങ്ങളായതേ ഉള്ളൂ. ഇപ്പം തുടക്കത്തിൽ അത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പുറകെ ഇങ്ങനെ ഓടി നടക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പാർക്കിലെ ചിൽഡ്രൻസ് പാർക്ക് കണ്ടത്. സിസോയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് സന്തോഷം അടക്കാൻ മേല. ഏതി കയറി കളിക്കണമെന്നറിയാൻ മേലാത്ത സന്തോഷമായിപ്പോയി. കൂട്ടത്തിൽ കളിക്കാൻ ആരുമില്ല, തന്നെത്താനേ ഇരുന്ന് കളിക്കുക. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് വേറൊരു ഫാമിലിയും കൂടെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞൊരു സ്വല്പം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ആളായിരുന്നു. ഇതിൻ്റെയൊക്കെ മണ്ടയ്ക്ക് കയറാനുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളും, സുരക്ഷിതമായിട്ട് മണ്ടയ്ക്ക് കയറാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്.
നമുക്ക് സുരക്ഷിതമായി കയറി ഫോട്ടോ എടുത്ത് തിരിച്ചിറങ്ങാം. ആനപ്പുറത്താട്ടെ ഏത് മൃഗങ്ങളുടെ പുറത്ത് കയറാനും നമുക്കവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കളികളും ആനിമൽസും ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുമായി പാർക്കിൽ വന്നു കഴിഞ്ഞാൽ പലതരം ആനിമൽസിനെ കണ്ട് അവർക്ക് സന്തോഷത്തോടു കൂടി അതിൽ കയറി കളിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. കുതിരപ്പുറത്ത് കയറാനുള്ള തയ്യാറെടുപ്പാണ് ആമിക്കുട്ടി. ആ സമയം കൊണ്ട് ഞാൻ ഇച്ചിരി നേരം ഊഞ്ഞാലടിയേക്കാന്ന് കരുതി. ആ കല്ലിൻ്റെ മണ്ടയ്ക്കൂടെ കയറി എങ്ങനെ കയറണമെന്ന് അറിയാമല്ലോ, അതാകെ കൂടെ പ്രാളപ്പെട്ട് ഏതായാലും കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അടുത്ത ഏരിയ, നമ്മൾ ഓരോ ഭാഗത്ത് പോകുന്നതിനും വഴി കൊടുത്തിട്ടുണ്ട്. ആ വഴിക്ക് പോയിട്ട് തിരിച്ചിറങ്ങി വരേണ്ട വഴി എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം എഴുതിയിരിക്കുന്നുണ്ട്. ആ വഴിയിൽ കൂടെ തന്നെ ഞങ്ങൾ പോകുന്നത്. പുതിയ കുറച്ച് ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്. ഇനി പുതിയ പുതിയ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന വീഡിയോസും ഒക്കെ ഇതിൻ്റെ പുറകെ ഞങ്ങൾ പതുക്കെ ഇടുന്നതാണ്. ഇവിടെ നമ്മുടെ ആരാ ഇരിക്കുന്നത്? ഡൊണാൾഡൊക്കോ? ആഹാ, കണ്ടോ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറല്ലേ ഡൊണാൾഡൊക്കെ. ആമിക്കുട്ടീനിടയ്ക്ക് ആനപ്പുറത്തും ചാടിക്കയറി. ഇനി അടുത്ത ജിറാഫിൻ്റെ പുറത്ത് കയറാനുള്ള ശ്രമത്തിലാണ്. ഉണ്ടോ, ജിറാഫിൻ്റെ പുറത്ത് കയറി ഇങ്ങനെ ഇരിക്കുക. ആനപ്പുറത്തും ജിറാഫിൻ്റെ പുറത്തും. പിന്നെ ഇത് കണ്ടോ, ഞങ്ങളുടെ പുതിയ അതുപോലെ കുറേ ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാ മൃഗങ്ങളുടെയും പുറത്ത് കയറി ഇരുന്നിട്ടുള്ള ഫോട്ടോസും ഒക്കെ. പുലിപ്പുറത്തും കടുവപ്പുറത്തും. ഇവിടെ കുഞ്ഞുമായിട്ട് പുലിയുണ്ട്. മണ്ടയ്ക്ക് ആരൊക്കെ ഇരിക്കുന്നതെന്ന് കണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ചിട്ട് പോണേ. കണ്ണാടിയും ഗ്ലാസ്സും ഒക്കെ താഴെ പോയതുപോലും അറിഞ്ഞില്ല. ഫോട്ടോ എടുക്കാനുള്ള ധൃതിക്ക് നിൽക്കുക. അടുത്തത് നമ്മുടെ രാജാവ്, സിംഹരാജാവിൻ്റെ പുറത്താണ്. ഇതിപ്പോൾ അടുത്ത് ഇരിക്കുന്ന എവിടെയാണെന്ന് കണ്ടോ? ഇങ്ങനെ ഓരോരോ മൃഗങ്ങളുടെ പുറത്ത് കയറി അടുത്ത ആനയുടെ പുറത്ത് കയറി. ഓരോ ഫാമിലിയും വന്ന് ഫോട്ടോ എടുപ്പിൻ്റെ തിരക്കിലാണ്. അടുത്ത സ്ഥലത്തേക്ക് സ്റ്റെപ്പ് കയറി. നമുക്കിപ്പോൾ ആനയുടെ തുമ്പിക്കൈയിൽ കൊമ്പനാനയുടെ കൊമ്പ് കണ്ടാച്ചാൽ മതിയല്ലോ, എന്താ എടുപ്പ്. അതിൻ്റെ മണ്ടയ്ക്കും കയറി ആമിക്കുട്ടി. നമ്മൾ അതിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് നിന്നായി വീഡിയോ എടുക്കുന്നത്. ഓരോരോ തട്ടനുസരിച്ച് നമുക്ക് പൊക്കത്ത് കയറി ചെല്ലാം. തിരിച്ചിറങ്ങി പോകാൻ തന്നെ മടിയായിരുന്നു. പിന്നെ മണിക്കൂറുകൾ നടന്ന് മടുത്തത് കാരണമാണ് ഞങ്ങൾ പിന്നെ തിരിച്ചിറങ്ങി പോകുന്നത് തന്നെ. ഇത് സെൻറ്ററിൽ നിന്നുകൊണ്ട് എല്ലാ ഭാഗവും ഒരുപോലെ കാണാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വലിയ പാലം പോലെ, അതിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് പാലം പോലെ നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് സർവ്വ ഏരിയയും കാണാം. ആ രീതിയിൽ നമുക്ക് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഏലത്തോട്ടത്തിൻ്റെ നടുക്ക്, അതുകൊണ്ട് തന്നെ ഒരുപാട് ചൂടുമില്ല. കൊമ്പൊക്കെ വെച്ച് അടുത്ത മൃഗത്തിൻ്റെ ഇരിക്കെ പോയി നിന്ന് ഫോട്ടോ എടുത്ത്. അത് കഴിഞ്ഞപ്പോൾ കുതിരപ്പുറത്ത് കയറണമെന്ന് പറഞ്ഞു. കുതിരപ്പുറത്ത് കയറാൻ ഇച്ചിരി പേടി ഉണ്ടായിരുന്നു, എന്നാലും കയറി. അത് കഴിഞ്ഞപ്പോൾ അടുത്ത
ജിറാഫിൻ്റെ പുറത്ത് കയറി. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ പുള്ളിക്കൊരു പേടി കാരണം പിന്നെ ജിറാഫിൻ്റെ പുറത്ത് ജിറാഫിൻ്റെ പുറത്ത് ചൂന് കയറിയില്ല, കയറാതെ തന്നെ ഇറങ്ങിപ്പോയി. മൃഗശാലയിൽ പോലും ഇത്രയും മൃഗങ്ങളുണ്ടാകുമെന്ന് തോന്നുന്നില്ല, അതുപോലെ മൃഗങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ ഇനിയും വരുന്നതാണ്. സപ്പോർട്ട് ചെയ്യണം. ഒറിജിനൽ പോലല്ലേ നമുക്ക് തോന്നുള്ളൂ, അത്രയും പെർഫെക്റ്റായിട്ടാണ് ഇവർ ഓരോ മൃഗത്തെയും അവർ ചെയ്തിരിക്കുന്നത്. പെർഫെക്ഷൻ്റെ കാര്യത്തിൽ അത്ര സൂപ്പറാണ്. അതിനിടയ്ക്ക് ഓണർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. ഒരുപാട് ചെടികൾ അവിടെ ഇവിടെ എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ വീടിൻ്റെ വാതിക്കലാണെങ്കിലും ഇഷ്ടംപോലെ ചെടികൾ ഈ ട്രമ്പിനകത്തില്ലേ, അതായത് വലിയ ബീപ്പയ്ക്കകത്ത് ചെടികളെല്ലാം നല്ല രീതിയിൽ പച്ച പിടിപ്പിച്ച് എടുത്തിട്ട് പിന്നെ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. നല്ല സൂപ്പർ ഒരു തത്തയല്ലേ ഇരിക്കുന്നത് നോക്കി. കുഞ്ഞുമാനുണ്ട്, തത്തയുണ്ട്. നിങ്ങൾ ഇതുപോലുള്ള പാർക്കുകളിൽ പോയിട്ടുണ്ട്, ഇതുപോലുള്ള പാർക്ക് മറ്റ് സ്ഥലങ്ങളിലുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമൻറ്റിൽ പറയുക. ഞങ്ങൾക്ക് ആ പാർക്കിൽ പോയി ഇതുപോലുള്ള വീഡിയോസ് ഇനി ഇടാനുള്ള അവസരം തരിക. ഒരു 1 ഡേ ടൂറിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണിത്. നമുക്ക് ഇവിടെ വൺ ഡേ ടൂർ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇവിടെ വന്ന് ആനിമൽസിനെയൊക്കെ കണ്ട് ഫോട്ടോ എടുത്ത് പോകാൻ നല്ല അവസരമാണ്. ചില മൃഗങ്ങളെയൊന്നും ഞാൻ കണ്ടുപോലുമില്ല. ഒരു കരടി ആ മരത്തിനിടയ്ക്കുണ്ടായിരുന്നു, പക്ഷേ സത്യത്തിൽ ഞാനത് കണ്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ അമ്മ പറയുമ്പോഴാണ് അവിടെ ഒരു കരടി ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് പോലും. എല്ലാ മരത്തിലും ഓരോ പക്ഷി, ഓരോ മൃഗങ്ങളും ഉറപ്പായിട്ടും ഉണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് ഇരുന്ന മരങ്ങളൊക്കെയാണ്. ഈ മരത്തിനിടയ്ക്ക് ഈയിടെ പെയ്ത മഴയത്ത് എരമ്പ് കിളുത്താന്നാണ് ചേട്ടൻ പറഞ്ഞത്. അതിപ്പം ഇനി ഉടനെ അതെല്ലാം ക്ലീൻ ആക്കി കഴിയുമ്പം വീണ്ടും പെർഫെക്റ്റായിട്ട് കിട്ടും. ആൺകുട്ടി കുതിരപ്പുറത്തൊക്കെ കയറിയിട്ട് ഇറങ്ങി വരുന്നതാണ്. മാനിരിപ്പുണ്ട്. പിന്നെ സൈഡിൽ കൂടെ പൊക്കമുള്ള ഏരിയ ആയതുകൊണ്ട് പിള്ളേരോ ആരും മറിഞ്ഞു വീഴാതിരിക്കാൻ സൈഡിൽ കൂടെ വേലി കെട്ടിയിരിക്കുക. ഒരു കെയറിങ്ങിന് വേണ്ടി വേലി കെട്ടിയിരിക്കുക. അതിൽ കൂടി സേഫായിട്ട് നമുക്ക് നടന്നു പോകുന്നതിന് കുഴപ്പമില്ല. മയിലിരിക്കുന്നതുണ്ടോ? പലതിനും നമുക്ക് പൊക്കത്തിലായത് കൊണ്ടാണ് നമുക്ക് പലതിനെയും നമുക്ക് കയറി ഫോട്ടോ കറക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടാൻ പാട് വരുന്നുണ്ട്. പക്ഷേ അത് പടിയെടുക്കാൻ പറ്റുന്നവർക്ക് പറ്റും. ഇതൊക്കെ മയിലൊക്കെ നമ്മൾ പൊക്കത്ത് നിന്നുകൊണ്ട് മയിലിൻ്റെ ഫോട്ടോയും വീഡിയോ എടുത്തതാണ്. ഇതാണ് ദൂരക്കാഴ്ചയാണ് കാണുന്നത്.
സെൻറ്ററിൽ നിന്നുകൊണ്ട് 2 സൈഡിലെയും ഫോട്ടോയും വീഡിയോയൊക്കെ ഞാൻ എടുത്തതിൻ്റെയാണ്. ഇത് ഈ കാണുന്നതാണ് ആ ചേട്ടൻ്റെ വീട്. നമ്മളിപ്പം അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ആ ചേട്ടൻ്റെ വീടിൻ്റെ മണ്ടയ്ക്ക് പോലും, ടെറസിൻ്റെ മണ്ടയ്ക്ക് പോലും നല്ലൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ടെറസിൻ്റെ മണ്ടയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഇത് ആ ചേട്ടൻ്റെ വീടിൻ്റെ സൈഡിലുള്ള പൂക്കളും ഇതൊക്കെ. അവിടെ ആണെങ്കിലും നല്ല തണുപ്പുള്ള ഭാഗം നോക്കി അവർ ചെയർ പോലെ നിർമ്മിച്ചേക്കുക. കോഴികൾ, ചെടികൾ, ടെറസിലേക്ക് പോകുന്ന വഴി ഇത്. നല്ലൊരു തത്ത. ഇതെല്ലാം ടെറസിൻ്റെ മണ്ടയ്ക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എത്ര കോഴിയായിരിക്കുന്നതെന്ന് നോക്കിയേ. ഇവിടെ അങ്ങനെ വരുന്ന പിടിച്ച് കറി വെച്ചേനെ. വെയിൽ സമയമായതുകൊണ്ട് അവിടുത്തെ വീഡിയോ അങ്ങ് വ്യക്തമായിട്ടില്ല. ഇറങ്ങി വരുന്ന സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് പാമ്പ് അതുപോലുള്ള വേറെ ഇതും കൊടുത്തിട്ടുണ്ട്. ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ അതൊക്കെ. അതെ, വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഗ്ലോബിനകത്തുനിന്ന് ഞാൻ ഇന്ത്യയെ തേടുക. അവസാനം ഞാൻ ഇന്ത്യയെ കണ്ടെത്തും, കണ്ടോണം. ഇന്ത്യ എവിടെ? ഇന്ത്യ കാണുന്നില്ല. ഇന്ത്യയെ കണ്ടെത്തി. കണ്ടോ, ഇന്ത്യയെ ഞാൻ അങ്ങനെ കണ്ടെത്തി. ആ ചേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ചിത്രപ്പണിയത്. ചെറിയൊരു ആന. ആ ചേട്ടൻ്റെ വീടാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ കൽക്കത്തെ അവർ വളർത്തുന്നുണ്ട്. അത് ഈ വരുന്ന ടൂറിസ്റ്റിനും വരുന്ന ആൾക്കാർക്കുമൊക്കെ കാണാനായിട്ട് കൽക്കത്തെ വളർത്തുന്നുണ്ട്. നല്ല ഇണങ്ങിയൊരു കൽക്ക കേട്ടോ. മനോഹരമായ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോയുമായി വരുന്നതാണ്.